ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കറിയാം ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. പല കാരണങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലത്തേത് ചെറിയൊരു കോൾഡ് പിടിച്ചിട്ട് ഒച്ച അടഞ്ഞിരിക്കുമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തുമാത്രം വോയിസ് ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും അധികം കമൻസ് വരുന്നത് ബുക്ക് റെക്കമെൻഡേഷൻസ് ചോദിച്ചുകൊണ്ടുള്ളതാണ്. ഞാനൊന്ന് ആലോചിച്ചപ്പം എനിക്കും ഇഷ്ടമുള്ള ടോപ്പിക്കാണ് പുസ്തകങ്ങളും വായനയും ഒക്കെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗുഡ് റീഡ്സ് എന്നുള്ള പേരിൽ ഒരു ബുക്ക് റെക്കമെൻഡേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഗുഡ് റീഡ്സിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൽ ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 നോവലുകളാണ്. സോ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഗുഡ് റീഡ്സ്. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ധാരാളം കൃതികൾ മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങളുടെയും തിരഞ്ഞെടുപ്പ് കൊണ്ടും ഭാഷാ മികവ് കൊണ്ടും രചനാശൈലി കൊണ്ടും ഈ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നോവലാണ് ആർ രാജശ്രീ എഴുതിയ ആത്രേയകം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഭാഗധേയം നിർണയിച്ചവരിൽ ഒരാളായിട്ട് കൂടി ഇതിഹാസങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയോ പ്രാധാന്യമോ ലഭിക്കാതെ പോയ ശിഖണ്ഡി എന്ന പേരിൽ മാത്രം നാം അറിയുന്ന നിരമിത്രനാണ് ആത്രേയകത്തിലെ പ്രധാന കഥാപാത്രം. ജന്മദോഷം കൊണ്ട് സ്വന്തം പിതാവിനാൽ തിരസ്കരിക്കപ്പെടുകയും രാജകൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസിതനാവുകയും ചെയ്യുന്ന നിരമിത്രൻ ആത്രേയകം എന്ന ഭൂമികയിൽ എത്തിച്ചേരുകയും അവിടുത്തെ ചില നല്ല മനുഷ്യരുടെ സഹായത്തോടെ ഒരു തീച്ചൂളയിൽ എന്നതുപോലെ സ്വയം ഒരുക്കിയെടുക്കുകയും തന്റെ കുറവുകളൊന്നും കുറവുകളായിരുന്നില്ല, അവയൊക്കെയും തന്റെ പൂർണ്ണതയുടെ ഭാഗമായിരുന്നു എന്ന് തിരിച്ചറിയുകയും തന്റെ സത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നതിന് മനോഹരമായ ആഖ്യാനമാണ് ആത്രേയകം. വിജയിച്ചിട്ടും തോൽപ്പിക്കപ്പെട്ട നിരമിത്രന്റെ കഥയിൽ നിസ്സഹായത കൊണ്ടും ധർമ്മസങ്കടം കൊണ്ടും കണ്ണു നനയിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഹൃദയസ്പർശിയായ ഒരു നോവലാണ് ആത്രേയകം. പുസ്തകങ്ങൾ വായിക്കുന്നതോളം തന്നെ എനിക്കിഷ്ടമാണ്. നിറയെ പുസ്തകങ്ങളുള്ള ലൈബ്രറികളിലോ ബുക്ക് ഷോപ്പുകളിലോ പോയി പുസ്തകങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് സമയം കളയുന്നത്. എന്നെ പോലുള്ള പുസ്തക പ്രേമികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അജയ് പി മങ്ങാട് എഴുതിയ സൂസന്നയുടെ ഗ്രന്ഥപുര. സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ച നീലകണ്ഠൻ പരമാര എന്ന എഴുത്തുകാരന്റെ അവസാനത്തതും പ്രസിദ്ധീകരിക്കാത്തതുമായ പുസ്തകം തേടിയാണ് അലിയും അലിയുടെ കോളേജിലെ സുഹൃത്തായ അബിയും മറയൂരിലുള്ള സൂസന്നയുടെ ഗ്രന്ഥപുരയിലെത്തുന്നത്. അവിടെ നിന്നും അവിടെ വെച്ചും അലിയോടൊപ്പം ചേരുന്ന ചില കഥാപാത്രങ്ങളിലൂടെയും അവരുടെ വായനയിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. സങ്കീർണമായ പല ലെയറുകളുള്ള ഒരു നോവലായിട്ട് കൂടി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ ലാളിത്യം കൊണ്ട് നമുക്കിത് അനായാസം വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പുസ്തകം വായിച്ചു തീരുമ്പോൾ പല പുസ്തകങ്ങൾ വായിച്ചു തീർന്ന ഒരു പ്രതീതിയാണ് സൂസന്നയുടെ ഗ്രന്ഥപുര വായനക്കാരനിൽ ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് നിറച്ച വായനാനുഭവം നൽകിയ ഒരു പുസ്തകമാണ് സൂസന്നയുടെ ഗ്രന്ഥപുര. സമീപകാലത്ത് വായിച്ചതിൽ വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ട് എനിക്കേറെ പ്രിയപ്പെട്ട ഒരു നോവലാണ് KN പ്രശാന്ത് എഴുതിയ പൊനം. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കാടിനോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡൻ ഗ്രാമമായ കരിമ്പുനത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. കാടിന്റെ വശ്യതയും വന്യതയും പശ്ചാത്തലമാകുന്ന ഈ നോവലിൽ കരിമ്പുരത്തുകാരുടെ ലഹരിയും പകയും റാക്കും തോക്കും ഒക്കെ മുഖ്യ പ്രമേയമായി വരുന്നു. പല കാലങ്ങളിൽ പല രീതികളിൽ ജീവിച്ചിരുന്ന പല മനുഷ്യരുടെ കഥകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ ഒഴുക്കോടുകൂടി നീങ്ങുകയും അങ്ങനെ പല കഥകളിലൂടെ സഞ്ചരിച്ച് പിന്നീട് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിന്റെ രചന. ഇത് നോവലിന് പ്രത്യേകമായ ഒരു ഭംഗിയും ഡെപ്തും കൊടുക്കുന്നുണ്ട്. എന്റെ ഈ ലിസ്റ്റിൽ അവസാനത്തേത് ഈ സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛനാണ്. മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചിലയിടങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയും. ഒരു ജയിൽ, മെന്റൽ ഹോസ്പിറ്റൽ, പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ്, അല്ലേ? എവിടെയോ വായിച്ചിട്ടുള്ള കാര്യം ഞാൻ അയാളോട് പറഞ്ഞു. മൂന്നും കാണേണ്ടത് തന്നെ. മനുഷ്യരുടെ അഹന്ത കുറയ്ക്കാൻ അത്തരം സന്ദർശനങ്ങൾ സഹായിക്കും. തപോമയെ സമ്മതിച്ചു. എന്നാൽ ഇക്കാലത്ത് അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട്: അഭയാർത്ഥി ക്യാമ്പുകൾ. എഴുത്തുകാരൻ ദില്ലിയിൽ തന്റെ ജോലിയുടെ ഭാഗമായി അഭയാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന തപോമയെ ബറുവയെ പരിചയപ്പെടുന്നു. തപോമയിലൂടെ തപോമയുടെ അച്ഛനായ ഗോപാൽ ബറുവയെ. കിഴക്കൻ ബംഗാളിൽ നിന്ന് സുന്ദർബൻസിലെ ഒരു ദ്വീപിലേക്കും പിന്നീട് അവിടെ നിന്ന് കൊൽക്കത്തയിലേക്കും പറിച്ചു നടപ്പെട്ട അഭയാർത്ഥികളാണ് ഗോപാൽ ബറുവയും കുടുംബവും.
ഗൂഢലിപികളിൽ ഗോപാൽ വർമ്മ എഴുതുന്ന ആത്മഭാഷണങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഇതിനു പുറമെ തപോമയെ ഒപ്പം കൂട്ടിയ അഭയാർത്ഥികളും അവരുടെ ജീവിതവും അതിജീവനവും ഒക്കെ നോവലിൽ പ്രമേയമായി വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം വായിച്ചതിൽ മികച്ച വായനാനുഭവം നൽകിയ ഒരു പുസ്തകമാണ് തപോമയിയുടെ അച്ഛൻ. ഗുഡ് റീഡ്സിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പുസ്തകങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.